യൂദായുടെ ലേഖനം 24-ാം വാക്യം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുന്ന ദൈവം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ദൈവം. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, നീ വീഴുവാൻ തക്കവണ്ണം എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. യേശുവും ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുന്ന സമയം ആ പടകിനെ തള്ളി മറിക്കത്തക്ക രീതിയിൽ ശക്തമായ കാറ്റ് കടലിന്റെ ഓളങ്ങളെ ഇളക്കി വിട്ടു. പടകിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത പോലെ അതിനെ തള്ളി മറിക്കത്തക്ക സാഹചര്യമുണ്ടായപ്പോൾ എൻ്റെ യേശു എഴുന്നേറ്റു, കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. ഏതു സ്ഥലത്ത് തള്ളിമറിക്കാൻ ശ്രമിച്ച ശക്തികളുണ്ടോ ആ സ്ഥലത്തു കൂടെ യേശു തന്റെ പടകിൽ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. എന്താണ് ഇവിടെ സന്ദേശം? വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര വലിയ ദുഷ്ടശക്തികൾ ഒരു വൃക്ഷം വെട്ടിയിടുന്നത് പോലെ നിന്നെ നിലംപരിച്ചാക്കാൻ, നിനക്ക് നേരെ ശക്തിയോടെ തള്ളിമറിക്കാൻ എഴുന്നേറ്റാൽ നീ പേടിക്കേണ്ട. വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ചില സാഹചര്യങ്ങൾ തകർന്നു പോകത്തക്ക രീതിയിൽ പൈശാചിക ശക്തികളും മനുഷ്യരും ഒന്നിച്ച് നിനക്കെതിരെ പോരാടിയെടുത്തപ്പോൾ നീ തകർന്നു പോകാതിരിക്കുന്നതിന്റെ കാരണം നിന്റെ കീഴെ ഒരു ശാശ്വത ഭുജമുണ്ടായി. അതാരുടെ കരമാ? ദൈവത്തിന്റെ കരമാ. ഈ വചനം വെളിപ്പെടുത്തുക. വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ കഴിയുന്ന ദൈവം. ആ ദൈവത്തെ മുറുകെ പിടിക്കാം. കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ കഴിവുള്ള കർത്താവ്, അവിടുത്തെ കരം നിന്റെ മക്കളുടെ മേൽ നീട്ടണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും ദൈവം നിന്നെ സൂക്ഷിക്കും. ഗോഡ് ബ്ലസ് യു.